നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകൾ വളരെ വലുതാക്കി കാണിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. 1590-ൽ ഡച്ചുകാരനായിട്ടുള്ള സക്കറിയാസ് ജാക്സനാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, നാം മിക്കപ്പോഴും ഭക്ഷണാവശ്യത്തിനായി ഉപയോഗിക്കുന്ന തൈര് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എണ്ണാൻ പറ്റാത്തത്ര ബാക്ടീരിയകൾ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും കൊതുക് അടിക്കുമ്പോഴും ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത 7 മൈക്രോസ്കോപ്പിക് കാഴ്ചകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, ബോൾ പേന. പേന എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മളെല്ലാവരും തന്നെ ജോലിയുടെയോ പഠനത്തിൻ്റെയോ ആവശ്യങ്ങൾക്കായി പേന ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എന്നാൽ ഈ പേനയുടെ പ്രവർത്തനം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പേന മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ നിബിൻ്റെ മുന്നിലായിട്ട് ഒരു ഗോളം നമുക്ക് കാണാൻ സാധിക്കും. പേന ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ ഈ ഗോളവും അതിനൊപ്പം ചലിക്കുന്നു. എന്നാൽ ഇത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒന്നല്ല. ഒരു പേപ്പറിൽ പേന ഉപയോഗിച്ച് എഴുതുമ്പോൾ ഈ ഗോളത്തിൻ്റെ ചലനത്തിലൂടെ മഷി പേപ്പറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ഗോളം അഥവാ ബോൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ പേനയെ ബോൾ പേന എന്ന് വിളിക്കുന്നത്. നമ്പർ 2, മൊബൈൽ സ്ക്രീൻ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് മൊബൈൽ ഫോൺ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും മൊബൈലിലോ അഥവാ കമ്പ്യൂട്ടറിലോ ആയിരിക്കും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മൊബൈൽ സ്ക്രീൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എന്താണ് കാണാൻ സാധിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ മൊബൈൽ സ്ക്രീൻ സൂം ചെയ്തു നോക്കിയപ്പോൾ അതിലെ കാഴ്ചകൾ പിക്സലുകളായി വിഘടിക്കുന്നതാണ് കണ്ടത്. മൊബൈൽ ഫോണിലെ ക്രോം ബ്രൗസർ ആപ്ലിക്കേഷൻ്റെ ഐക്കണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീണ്ടും സൂം ചെയ്യുന്നതിനനുസരിച്ച് ഫോണിലെ പിക്സലുകൾ വീണ്ടും വിഘടിക്കുകയും തീരെ ചെറുതായി കാണുകയും ചെയ്തു. അവസാനം പിക്സലുകൾ ചെറിയ ബോക്സുകളായിട്ട് 3 നിറങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. പച്ച, നീല, ചുവപ്പ് ഈ 3 നിറങ്ങളിലാണ് ഈ പിക്സലുകൾ കാണപ്പെടുന്നത്. ഈ 3 നിറങ്ങളുടെ കൂടിച്ചേരൽ മൂലമാണ് ബാക്കിയുള്ള നിറങ്ങൾ ഫോണിൽ കാണപ്പെടുന്നത്. മൊബൈലിൽ മാത്രമല്ല ടിവിയിലും കമ്പ്യൂട്ടറിലും ഒക്കെ പിക്സലുകളുടെ സഹായം കൊണ്ടാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത്. നമ്പർ 3, ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ കൊതുക് കടി. ഒരിക്കലെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. അഥവാ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ തന്നെ ഒരു കൊതുക് കടിയെങ്കിലും കൊണ്ടുണ്ടാകും. കൊതുക് കടിക്കുമ്പോഴും സൂചി പ്രവേശിക്കുന്ന മാറ്റമാണ് ശരീരത്തിലുണ്ടാവുന്നത്. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ആ നീഡിൽ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊതുക് കുത്തിയതിനു ശേഷം നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു ഹോളാണ് കാണപ്പെടുന്നത്. മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്പർ 4, മണൽ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് മണൽ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയുള്ള തരികളാണ്. എന്നാൽ അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. മണൽ തരികൾക്ക് പകരം വിലപിടിപ്പുള്ള കുറേ കല്ലുകൾ ചേർത്ത് വെച്ചതുപോലെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കുക. കൂടുതൽ സൂം ചെയ്യുമ്പോൾ ഓരോ തരികളുടെയും നിറവും വലിപ്പവും ഒക്കെ വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്പർ 5, വിരലടയാളം. ഇക്കാലത്ത് ഫിംഗർ പ്രിൻ്റ് ഇല്ലാതെ പലരുടെയും മൊബൈൽ പോലും തുറക്കാൻ സാധിക്കുകയില്ല. ഓരോരുത്തരുടെയും വിരലടയാളം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിരലടയാളം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന്? വിരലടയാളം മൈക്രോസ്കോപ്പിലൂടെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം വിരലിലെ അടയാളങ്ങൾ നല്ല വ്യക്തമായിട്ട് കാണാൻ തുടങ്ങി. അതിനുശേഷം വിരലിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വിയർപ്പിൻ്റെ ചെറു കണങ്ങളും കാണാൻ തുടങ്ങി. കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിയപ്പോൾ വിരലടയാളം പതിയാൻ കാരണമായിട്ടുള്ള വിരലിൻ്റെ ഉയർന്നതും താഴ്ന്നതുമായ ഭാഗങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി. വിരൽത്തുമ്പിലെ ഈ ഉയർച്ച താഴ്ചകൾ വിഭിന്നമായതുകൊണ്ടാണ് എല്ലാവർക്കും വ്യത്യസ്തമായ വിരലടയാളങ്ങളുള്ളത്. ഇനി നമ്പർ 6, സ്രാവിൻ്റെ തൊലി. കടലിൽ ജീവിക്കുന്ന ഷാർക്കുകൾ എത്ര അപകടകാരികളാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിലൊന്നിൻ്റെ തൊലിയെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് കാണാൻ സാധിച്ചത്. മൈക്രോസ്കോപ്പിലൂടെ ആദ്യം നോക്കിയപ്പോൾ സ്രാവിൻ്റെ തൊലി പാറക്കല്ലുകൾ പോലെ കാണാൻ തുടങ്ങി. എന്നാൽ വീണ്ടും സൂം ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള പ്രത്യേക പാറ്റേണിലുള്ള കൂർത്ത രൂപങ്ങളായിരുന്നു. ഒന്നും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ സ്രാവിൻ്റെ തൊലിയിൽ വളരെ മൂർച്ചയേറിയ മുള്ളുകൾ പോലെയുള്ള പാറ്റേണാണ് കാണാൻ സാധിച്ചത്. ഇനി നമ്പർ 7, തൈര്. ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് തൈര് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ പാലിനെ തൈരാക്കി മാറ്റുന്ന ബാക്ടീരിയ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? കുറച്ച് തൈരെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിൽ കുറേ ബാക്ടീരിയകൾ ചലിക്കുന്നതാണ്. എന്നാൽ ഇത്രയധികം ബാക്ടീരിയകളെ കഴിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യുകയില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ തൈരിലെ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ യാതൊരുവിധ ദോഷവും ചെയ്യുകയില്ല. അതുകൊണ്ട് ധൈര്യമായി തന്നെ നമുക്ക് തൈര് കഴിക്കാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മൈക്രോസ്കോപ്പിക് കാഴ്ചകൾ? ഇതുപോലുള്ള രസകരമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കല്ലേ.